ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു. മുൻ സൈനിക മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം ഉദ്ധരിച്ച രാഹുൽ ഗാന്ധി ലഡാക്കിൽ ഇന്ത്യൻ ഭൂമി ചൈന കൈയേറിയെന്ന് ആരോപിച്ചു. രാഹുൽ സംസാരിക്കുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇടപെട്ട് സംസാരിച്ചു. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ചാണ് രാഹുൽ പറയുന്നതെന്നായിരുന്നു മറുപടി. പുസ്തകം വായിക്കാൻ രാഹുലിനെ സ്പീക്കറും അനുവദിച്ചില്ല. രാഹുലിന് പിന്തുണയുമായി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിൽ രംഗത്തെത്തി. ഭരണപക്ഷത്തിന്റെ നിലപാടിതാണെങ്കിൽ നാളെ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് കെ.സി. വേണുഗോപാൽ സഭയിൽ പറഞ്ഞു. ശക്തമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിനാണ് ഉച്ച മുതൽ ലോക്സഭ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ 3 മണിവരെ സഭ നിർത്തിവെച്ചതായി അറിയിക്കുകയാണ്. വലിയ വാഗ്വാദം ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടാവുകയാണ്. മുൻ സൈനിക മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം, ആ പുസ്തകത്തിലെ വരികൾ ഉദ്ധരിക്കാൻ രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്നതിനിടെയാണ് വലിയ വാഗ്വാദം ഉണ്ടായത്. വലിയ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. PR അരവിന്ദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരവിന്ദ്, നരവനെയുടെ പുസ്തകം, ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, പക്ഷേ അതിനു മുൻപ് ഇന്നൊരു മാഗസിനിൽ വന്നിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പ്, അത് വായിക്കാൻ പോലും ഭരണപക്ഷം അനുവദിക്കുന്നില്ല. പല സമയത്തും സ്പീക്കർ തന്നെ ഇടപെട്ട് രാഹുലിനെ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെന്റിൽ അരങ്ങേറിയത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അവസരം എത്തിയപ്പോഴാണ് മുൻ കരസേന മേധാവിയായ MM നരവനെയുടെ ഒരു പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ വായിക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അത് വായിക്കാൻ സ്പീക്കർ സമ്മതിക്കാത്തതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മാഗസീന്റെ ചില ഭാഗങ്ങൾ രാഹുൽ വായിക്കുവാൻ ശ്രമിച്ചിരുന്നു. നമുക്കറിയാം, ആ മാഗസീനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതായത് ലഡാക്ക് സംഘർഷ വേളയിൽ ചൈന അതിർത്തിയിൽ കേന്ദ്രം ഉറച്ച നിലപാടടക്കം സ്വീകരിച്ചില്ല എന്ന ആരോപണമായിരുന്നു ഈ പ്രസക്ത ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ശക്തമായി തന്നെ രംഗത്ത് വരികയാണ്. പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകമാണ് ഇത്തരത്തിൽ രാഹുൽ ഇവിടെ ആധാരമായി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ ഒരു പ്രതിവാദം നടത്താൻ സമ്മതിക്കില്ല എന്നതാണ് ഭരണപക്ഷം സ്വീകരിച്ച നിലപാട്. സ്പീക്കറും സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. രാഹുൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർത്താൻ സാധിക്കില്ല എന്ന് തന്നെ സ്പീക്കറും കടുത്ത നിലപാട് എടുത്തിരുന്നു. എന്തായാലും രാഹുൽ തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ ആരോപണങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ആ ആരോപണങ്ങളും ആ പുസ്തകത്തുമായി ബന്ധപ്പെട്ട അതിലുണ്ടായിരുന്ന ആരോപണങ്ങളും രാഹുൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെ രാഹുലിന്റെ സമയം അവസാനിപ്പിച്ചുകൊണ്ട് അഖിലേഷ് യാദവിനെ സ്പീക്കർ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതിന് പിന്നാലെ ഇപ്പോൾ സഭാ നടപടികൾ 3 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിവാദങ്ങളാണ് ഇന്ന് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്പീക്കറുടെ റൂളിംഗ് മറികടന്ന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നതാണ് ഭരണപക്ഷം സ്വീകരിച്ചിരുന്ന നിലപാട്. എന്തായാലും പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയാണ്. ഈ നിലപാട് ഇന്ന് സ്വീകരിക്കുകയാണെങ്കിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും തങ്ങളും സമാനമായ രീതിയിലുള്ള നിലപാടുകൾ തന്നെ സ്വീകരിക്കും. പ്രധാനമന്ത്രിയും സംസാരിക്കാൻ സഭയിൽ അനുവദിക്കില്ല എന്നതാണ് കെ.സി. വേണുഗോപാൽ അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും 3 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കുമ്പോഴും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. MM നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഇന്ന് പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കിയത്. അരവിന്ദ്, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടയിൽ നരവനെയുടെ പുസ്തകത്തിൽ പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ ക്യാരക്ടറിനെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ ആർക്കെങ്കിലും എതിരെ ആരോപണമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മന്ത്രിമാർക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ അത് എഴുതി നൽകിയാൽ മാത്രമേ പറയാനാകൂ എന്നാണ് നിയമം പറയുന്നത്. അതായത് രാഹുൽ എപ്പോഴൊക്കെ ഈ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലാൻ വരുന്നോ ആ സമയത്തെല്ലാം അത് നിഷേധിക്കുന്നുണ്ടായിരുന്നു. മഹേഷ്, ഒരു പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തെ കുറിച്ചാണ് രാഹുൽ പ്രതിപാദിക്കുന്നതെന്ന ആരോപണമായിരുന്നു ആദ്യം ഭരണപക്ഷം ഉയർത്തിയത്. പിന്നീട് രാഹുൽ ആദ്യം ഇത് സ്പീക്കർ പറഞ്ഞപ്പോൾ താൻ പിന്നീട് മാഗസീനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മാഗസീന്റെ ഭാഗങ്ങൾ രാഹുൽ പറയാൻ ശ്രമിച്ചപ്പോഴും അതിനെക്കുറിച്ചും പ്രതിപാദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീടാണ് രാഹുൽ ആ ആരോപണങ്ങൾ പ്രധാനമായും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ക്യാരക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ നിയമം അനുസരിച്ച് പരാതി എഴുതി നൽകിയ ശേഷം മാത്രമേ സാധിക്കൂ എന്നതാണ് സ്പീക്കർ ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നതും ഇപ്പോൾ സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഭരണപക്ഷം സംസാരിക്കുമ്പോൾ ഈ ചട്ടങ്ങളെല്ലാം എവിടെ പോയി എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ മാത്രമാണ്
സ്പീക്കർ ഈ ചട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഭരണപക്ഷം സംസാരിക്കുമ്പോൾ ഈ ചട്ടങ്ങളെ കുറിച്ചൊന്നും സ്പീക്കർ ഓർക്കുന്നില്ല എന്ന വിമർശനം കൂടി ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നു. അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കാരണം ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ടത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ രാഹുൽ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് അത്യാവശ്യമെന്നതാണ് അഖിലേഷ് യാദവ് അടക്കം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും സഭാ നടപടികൾ 3 മണിവരെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 3 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കുമ്പോഴും പ്രതിഷേധം തുടരുമെന്ന കാര്യത്തിലും സംശയമില്ല. മഹേഷ്. ഓക്കെ,